അപ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലത്തില് ഇവിടെ പറയുന്ന കാര്യം മീൻസ് ഇവിടുത്തെ കണ്ടീഷനാണ് പറയുന്നത് വെൻ ടു ഡിഫറെന്റ് ആർട്ടിക്കിൾസ്, രണ്ട് വ്യത്യസ്തമായ ആർട്ടിക്കിൾസ് ആർ സോൾഡ് അറ്റ് ദ സെയിം സെല്ലിംഗ് പ്രൈസ്. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ, രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. സേ ഫോർ എക്സാമ്പിൾ, ഒരാള് സെല് ചെയ്യുന്നത് റൈസ് ആയിരിക്കാം, മറ്റേ ആൾ സെല് ചെയ്യുന്നത് വീറ്റ് ആയിരിക്കാം. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് സെല് ചെയ്യുന്നത്, പക്ഷെ രണ്ടുപേർക്കും സെയിം സെല്ലിംഗ് പ്രൈസ് ആണ്. അതായത് 1 കിലോ അരിക്ക് മീൻസ് റൈസിന് 50 രൂപയാണെങ്കിൽ 1 കിലോ വീറ്റിനും 50 രൂപ തന്നെയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ടു ഡിഫറെന്റ് ആർട്ടിക്കിൾസ് ആർ സോൾഡ് ഇൻ സെയിം സെല്ലിംഗ് പ്രൈസ്. ഗെറ്റിംഗ് ഗെയിൻ ഓർ ലോസ്. ഗെയിൻ അല്ലെങ്കിൽ ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്. ഗെയിൻ ഓർ ലോസ് ഓഫ് X%. നമുക്കവിടെ സംഭവിക്കുന്നത് ഗെയിൻ ഓർ ലോസ്. ഗെയിൻ ആണെങ്കിൽ ഗെയിൻ, ലോസ് ആണെങ്കിൽ ലോസ്. X% ഓൺ ദ ഫസ്റ്റ് ഐറ്റം അല്ലെങ്കിൽ ഫസ്റ്റ് ആർട്ടിക്കിൾ ആൻഡ് ഗെയിൻ ഓർ ലോസ് ഓഫ് Y% on the second item. അതായത് ആദ്യത്തെ ഐറ്റം വിറ്റപ്പോ മീൻസ് രണ്ടുപേരും കൂടെ ഒരു സെല്ലിംഗ് പ്രൈസിൽ വിറ്റപ്പോ ആദ്യത്തെ ഐറ്റത്തിന് X% ഗെയിൻ അല്ലെങ്കിൽ ലോസ്. ഇപ്പൊ ലോസ് ആണെങ്കിൽ അത് നെഗറ്റീവ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോ രണ്ടാമത്തെ ഐറ്റത്തിന് ഉണ്ടാകുന്ന ഗെയിൻ അല്ലെങ്കിൽ ലോസ് Y%. സെയിം അപ്ലൈസ് ഹിയർ ആസ് വെൽ. അതായത് ലോസ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കണം. ഡൺ. Then the overall percentage gain or percentage loss. Overall ഈ മൊത്തം വിറ്റതിന്റെ percentage of gain or percentage of loss in the transaction is overall percentage of gain അല്ലെങ്കിൽ percentage of loss ഈ ട്രാൻസാക്ഷന് മുഴുവനായി സംഭവിച്ചതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വീണ്ടും ശ്രദ്ധിക്കുക, സിനാരിയോ എന്താണെന്ന് നോക്കുക, നമ്മുടെ സിനാരിയോ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില കടകളിൽ ബൾക്കായിട്ട് ഐറ്റംസ് വിൽക്കാറുള്ളത്. അതായത് ഇപ്പോൾ 1 കിലോ റൈസും 1 കിലോ വീറ്റും കോംബോയാണ്. ആ കോംബോ വിൽക്കുന്നത് രണ്ടും കൂടെ 80 രൂപയ്ക്ക് തരത്തുള്ളൂ. 1 കിലോ റൈസ് ആൻഡ് 1 കിലോ വീറ്റിന്റെ കോംബോ എന്ത് ചെയ്യും? 80 റുപ്പീസിന്. അതാണ്. ഇപ്പൊ നമുക്ക് റൈസ് മാത്രം മതി, 40 രൂപ പകുതി തരാം എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. കോംബോ ആയിട്ടാണ് അവരത് വിൽക്കാൻ പോകുന്നത്. സോ അവിടെ ചിലപ്പോ യഥാർത്ഥത്തിൽ റൈസിന് കിലോയ്ക്ക് 30 രൂപയായിരിക്കാം, പക്ഷേ വീറ്റിന് കിലോയ്ക്ക് 40 രൂപയായിരിക്കാം. അപ്പോ എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വിൽക്കുമ്പോൾ 80 രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ 10 രൂപ ലാഭം ഉണ്ടാക്കുകയാണ്. അപ്പൊ റൈസ് മാത്രമാണെങ്കിൽ അയാൾ 40 രൂപ ഉണ്ടായിരുന്ന മീൻസ് 30 രൂപ ഉണ്ടായിരുന്ന റൈസിന് 10 രൂപ കൂട്ടി വിൽക്കുന്നു. അതേസമയം 40 രൂപ ഉണ്ടായിരുന്ന വീറ്റിന് 10 രൂപ കുറച്ച് വിൽക്കുന്നു. അങ്ങനെ ഒരു കോമ്പിനേഷൻ കാരണം അവിടെ ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇവിടെ നടക്കുന്ന ഒരു സിനാരിയോ. അതായത് രണ്ട് ഡിഫറെന്റ് ആർട്ടിക്കിൾസ് സെല് ചെയ്യുന്നു, ഒരുമിച്ചേ സെല് ചെയ്യത്തുള്ളൂ, രണ്ടുപേർക്കും സെയിം സെല്ലിംഗ് പ്രൈസ് ആണ് ഇട്ടിരിക്കുന്നവർ. അവിടെ ഉണ്ടാകുന്ന ഗെയിൻ, ഫസ്റ്റ് ഐറ്റംസ് വിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗെയിൻ അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ്, ഫസ്റ്റ് ഐറ്റത്തിന്റെ മാത്രം X%, സെക്കൻഡ് ഐറ്റത്തിന് മാത്രം Y%. അങ്ങനെയാണെങ്കിൽ ഓവറോൾ ആ ട്രാൻസാക്ഷൻ കാരണം ഉണ്ടായ ലാഭം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് calculated by using the formula 100 into X plus Y plus 2 into X into Y. 2 into X into Y, 2 into XY. ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. 2 into XY. The whole divided by
ഹോൾ ഡിവൈഡഡ് ബൈ 100 പ്ലസ് എക്സ് പ്ലസ് 100 പ്ലസ് വൈ. ഇതായിരിക്കും ഓവറോൾ ട്രാൻസാക്ഷൻ കാരണം ഉണ്ടായ ഗെയിൻ അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ്. ഈ ആൻസറിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്നത് ലോസ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ ഗെയിൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഈ ഒരു സിനാരിയോയിലെ ഹോൾ ട്രാൻസാക്ഷന്റെ ലോസ് അല്ലെങ്കിൽ ഗെയിൻ. നൗ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതുമായി വളരെയധികം ബന്ധമുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. വെൻ ടു ഡിഫറന്റ് ആർട്ടിക്കിൾസ്, ഇവിടെ പോലെ തന്നെ ഡിഫറന്റ് ആർട്ടിക്കിൾസ് ആണ് വിൽക്കുന്നത്, ഡിഫറന്റ് ആർട്ടിക്കിൾസ് are sold at the same selling price, at the same selling price. സെയിം സെല്ലിംഗ് പ്രൈസില് രണ്ടുപേരെയും വിൽക്കുകയാണ്, സെയിം സെല്ലിംഗ് പ്രൈസ്. Getting a gain of X percentage, getting a gain of X percentage, getting a gain of X percentage on the first item, on the first item. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ ഐറ്റത്തിൽ എക്സ് പെർസെന്റേജ് ഗെയിൻ തന്നെയാണ് ഉണ്ടാകുന്നത്. എക്സ് പെർസെന്റേജ് ഗെയിൻ, ലോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. ലോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. ഗെയിൻ ആണ്, ഗെയിൻ ആണ്, ഗെയിൻ പോസിറ്റീവ് ആണ്, ഗെയിൻ പെർസെന്റേജ് ആണ്, ഗെയിൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ലോസ് സംഭവിക്കുന്നില്ല. ആദ്യത്തെ ഐറ്റത്തിന് ഗെയിൻ ആണ് സംഭവിക്കുന്നത്. ആൻഡ് ലോസ് ഓഫ് എക്സ് പെർസെന്റേജ്, ലോസ് ഓഫ് എക്സ് പെർസെന്റേജ്, ഇവിടെ ഗെയിൻ ഓഫ് എക്സ് പെർസെന്റേജ് ഉണ്ടായിരുന്നെങ്കിൽ അതേ ശതമാനത്തിൽ നഷ്ടമാണ് രണ്ടാമത്തെ ആൾക്കുണ്ടാവുന്നത്. ലോസ് ഓഫ് എക്സ് പെർസെന്റേജ് ഓൺ ദ സെക്കൻഡ് ഐറ്റം. സെക്കൻഡ് ഐറ്റം നോക്കുക, എന്താണെന്ന് നോക്കുക. ഇവിടെ രണ്ട് ഡിഫറെന്റ് ആർട്ടിക്കിൾ സെയിം പ്രൈസിലാണ് നമ്മളിവിടെ വിൽക്കുന്നത്, സെയിം പ്രൈസിലാണ് നമ്മളിവിടെ വിൽക്കുന്നത്. ഇതില് ആദ്യത്തെ ഐറ്റം സെല് ചെയ്യുന്നത് എക്സ് പെർസെന്റേജിനാണ്, എക്സ് പെർസെന്റേജ് ഗെയിനാണ്. അവിടെ ലോസിന് സാധ്യതയില്ല, ലോസ് എന്ന സിനാരിയോ ഇല്ല. അതേസമയം രണ്ടാമത്തെ പാർട്ടിക്കിൾ വിൽക്കുന്നത് എക്സ് പെർസെന്റേജ് നഷ്ടത്തിനാണ്, എക്സ് പെർസെന്റേജ് ലോസിനാണ്. അവിടെ ലോസ് ആണ് സംഭവിക്കുന്നത്, അവിടെ ഗെയിൻ സംഭവിക്കുന്നില്ല. ഗെയിൻ എന്നൊരു സാധ്യത തന്നെ ഇല്ല. പിന്നെ ഇവിടെ 5% ലാഭം ഉണ്ടാകുന്നെങ്കിൽ ഇവിടെ 5% നഷ്ടം തന്നെയാണ്. ഈ ഗെയിൻസ് ലോൺ എന്താണ് ഗെയിൻ ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സിനാരിയോ ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓവറോൾ പെർസെന്റേജ് ഓഫ് ഗെയിൻ ഓർ ലോസ്, ഓവറോൾ പെർസെന്റേജ് ഓഫ് ഗെയിൻ ഓർ ലോസ്. അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഓവറോൾ പെർസെന്റേജ് ഓഫ് ഗെയിൻ ഓർ ലോസ്, അതായത് then the overall percentage of overall percentage of loss in the transaction, loss in the transaction is, അതായത് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ, ലാഭം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഒരു സ്പെസിഫിക്കലി ലോസ് എന്ന് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടാകാൻ പോകുന്നത്. വി ആർ ഓൺലി ഫേസിങ് ലോസ്. അതുകൊണ്ട് ഓവറോൾ പെർസെന്റേജ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ഈസ് ഗിവൺ ഈസ് ട്രാൻസാക്ഷൻ ഇസ് x/10 the whole square, x/10 the whole square. ഇവിടെ ലോസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഗെയിനിനുള്ള ഒരു സാധ്യത തന്നെ ഇല്ല. ഇവിടെ ലോസ് മാത്രമേ ഉള്ളൂ, ഗെയിനിലുള്ള ഒരു സാധ്യത തന്നെ ഇല്ല. വളരെ സ്പെസിഫിക് ആണ്. ഗെയിൻ ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അവസ്ഥ ഇവിടെ ഇല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ആ പ്രത്യേകത ആദ്യമായി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ മനസ്സിലാക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടീഷനില് വൈയുടെ സ്ഥാനത്ത് -x കൊടുത്താൽ, ആദ്യത്തെ കണ്ടീഷനില് വൈയുടെ സ്ഥാനത്ത് -x കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈ ഫോർമുല ഡെഡ്യൂസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓബിയസ്ലി ആദ്യത്തെ ഒരു മൈനസ് വന്ന് ആദ്യത്തെ എക്സിന് പകരം -x കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വന്നിരിക്കും. അത് സൂചിപ്പിക്കുന്നത് ലോസിനെയാണ്. ഡൺ. കഴിഞ്ഞു.
ഓക്കെ, അപ്പോ ഇതാണ് പുതിയ സിനാരിയോ. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞു. ശരി, അപ്പൊ നമുക്ക് നേരെ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് പ്രോബ്ലം. മഹേഷ് sold 2 scooters. Mahesh sold 2 scooters, each for 24,000. Each for 24,000. Please wait. Mahesh sold 2 scooters, each for 24,000. 2 സ്കൂട്ടർ പുള്ളി വിൽക്കുകയാണ്. ഓരോന്നിന്റെ വില 24,000 രൂപയാണ്. 24,000 രൂപയാണ് ഓരോരുത്തരുടെയും വില. ഫുൾ സ്റ്റോപ്പ്. If he makes 20% profit on the first and 50% loss on the second. ആദ്യത്തെ സ്കൂട്ടറിന് പുള്ളി 20% ലാഭം ഉണ്ടാക്കിയപ്പോൾ രണ്ടാമത്തെ സ്കൂട്ടർ 15% നഷ്ടത്തിലാണ് വിറ്റത്. വാട്ട് ഈസ് ഹിസ് gain or loss percent? What is his gain or loss percent in the transaction? ഈ ഓവറോൾ ട്രാൻസാക്ഷന് അവിടെ ഉണ്ടായ ലാഭവും നഷ്ടവും എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മഹേഷ് 2 സ്കൂട്ടറാണ്, 2 വേറെ കമ്പനിയോ വേറെ മോഡൽ സ്കൂട്ടേഴ്സോ ആയിരിക്കും. ഓരോന്നിനും 24,000 രൂപ വിലയിട്ടാണ് അയാൾ വിറ്റത്. ആദ്യത്തെ കച്ചവടം ലാഭമായിരുന്നു. ആദ്യത്തെ ബൈക്ക് വിറ്റ വകയിൽ 20% ലാഭം ഉണ്ടാക്കിയപ്പോ രണ്ടാമത് അയാള് ബൈക്ക് വിറ്റപ്പോ 15% നഷ്ടമാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു ട്രാൻസാക്ഷൻ പുള്ളിക്ക് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടാക്കിയത്? സോ ആദ്യത്തെ സ്കൂട്ടർ വിറ്റപ്പോ ഉണ്ടായ ലാഭം എക്സ്, ദാറ്റ് ഇസ് 20%, 20 എന്ന് എഴുതുന്നു. രണ്ടാമത്തെ സ്കൂട്ടർ ഉണ്ടായപ്പോൾ നഷ്ടമാണ് 15% നഷ്ടമായതുകൊണ്ട് -15%. സോ ഓവറോൾ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ്, ഗെയിൻ ആണോ മൊത്തം ട്രാൻസാക്ഷന് പുള്ളിക്ക് ഉണ്ടായത്, ഗെയിൻ ആണോ ലോസ് ആണോ നമുക്ക് നോക്കാം. ഫോർമുല 100 × x + y plus 2 × xy the whole divided by 100 + x plus 100 + y. 100 + x plus 100 + y. Therefore, this will be 100 × 20 - 15 plus 2 × 20 × -15. 2 × 20 × -15. The whole divided by 100 plus 20 plus 100 minus 15. 100 minus 15. Therefore, this will be 100 into 20 minus 15 5 ആണ്. 20 minus 15 5 ആണ്. Plus 2 into 20 into minus 15. 2 into 20 40 ആണ്. 40 into minus 50. 40 into minus 50 is like 40 into 15. 40 into 15 is 600 something ആയിരിക്കണം. 600 something ആയിരിക്കണം. Yes, 600 minus 600. The whole divided by 100 plus 20 is 80 plus 15 minus
100 minus 15 is 85. Therefore, this is equal to 500 minus 600 divided by 80 plus 85, 165. Therefore, this is equal to minus 100 by 165. അപ്പോൾ ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ this will be minus 20 by 3 5. 3 1 by 2 5 3 3 not 3 3 3 sorry, it's 3 3. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3. Minus 20 by 33. Minus 20 by 33. Therefore, 20 divided by 33 is something like minus 0.606. Minus 0.606. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ഇത്രയാണ്, -0.606%. അതായത് പുള്ളിക്കുണ്ടായത് ലോസ് ആണ്, പുള്ളിക്കുണ്ടായത് നഷ്ടമാണ്. പക്ഷെ വളരെ ചെറിയ നഷ്ടം കേട്ടോ, 0.606 നഷ്ടം. അതായത് 100 രൂപ ചെലവാക്കുമ്പോൾ അയാൾക്കൊരു 60 പൈസയോ 61 പൈസയുടെ നഷ്ടമുണ്ടായി. 100 രൂപ ചെലവാക്കിയപ്പോൾ അയാൾക്കൊരു 60 പൈസയുടെ 61 പൈസയുടെ നഷ്ടമുണ്ടായി. കഴിഞ്ഞു. വളരെ ചെറിയ നഷ്ടം. -20 by 33. സോറി, എനിക്കിവിടെ കാൽക്കുലേഷനിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കാൽക്കുലേഷനിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 100 plus 20 120 ആയിരുന്നു. 100 plus 20 120 ആയിരുന്നു. ഞാൻ 120 എന്ന് എഴുതുന്നതിന് പകരം അയാളെ മാറ്റി എഴുതി. 120 എന്ന് എഴുതുന്നതിന് പകരം മാറ്റി എഴുതി 120 plus 85. 120 plus 85, that will be 205. That will be 205. 205 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ that will be 141. 20 by 41 minus 20 by 41. അത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാൾ ചെറുതാണ്. That will be minus 0.488. minus 0.488%. അതായത് അയാൾക്ക് ഒരു 0.488% ലോസ് ആണ് ഉണ്ടായത്. നെഗറ്റീവ് വാല്യൂ ലോസ് ആണ് ഉണ്ടായത്. അതായത് 50 പൈസക്ക് താഴെ 100 രൂപ ചെലവാക്കുമ്പോൾ 50 പൈസക്ക് താഴെ നഷ്ടമാണ് പുള്ളിക്ക് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞു. ഒരു ചെറിയ തെറ്റ് പറ്റി. 100 plus 20യെ 80 എന്ന് തെറ്റിദ്ധരിച്ചു. 100 minus 20 എന്ന് മനസ്സിൽ വന്നുകൊണ്ട് 80 എന്ന് തെറ്റിദ്ധരിച്ച് എഴുതി. വേറെ പ്രശ്നമൊന്നും. കഴിഞ്ഞു. So, going for the next question. Rajesh sold 2 horses for 990 each. 990 rupees. ഓരോരുത്തർക്കും 990 rupees വിലയിട്ട് അയാൾ വിറ്റു. ഗെയിനിങ് 10% on the one and losing 10% on the other. അതായത് ഒരാളെ വിറ്റപ്പോ അയാൾക്കുണ്ടായത് 10% ലാഭമാണ്, മറ്റേയാളെ വിറ്റപ്പോ അയാൾക്കുണ്ടായത് അതേ ശതമാനം നഷ്ടമാണ്. നമ്മുടെ സെക്കൻഡ് കേസാണ് വരുന്നത്. ഒരാളെ രാജേഷ് 2 ഹോഴ്സിനെ വിറ്റു. ഒരാൾ കാരണം അയാൾക്ക് 10% നഷ്ടമേ ഉണ്ടായി, ലാഭം ഉണ്ടായി. രണ്ടാമത്തെ ആളെ വിറ്റത് കൊണ്ട് അയാൾക്ക് അതേ ശതമാനം തന്നെ നഷ്ടമാണ് ഉണ്ടായത്. ഫൈൻഡ് ഔട്ട് the gain or loss percent. അവിടെ ഉണ്ടായത് നഷ്ടമാണോ ലാഭമാണോ എന്ന് തിരിച്ചറിയുക, അതിന്റെ പെർസെന്റ് കണ്ടുപിടിക്കുക. ഇത് ഞാൻ രണ്ടാമത് പറഞ്ഞ സിനാരിയോ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഞാൻ ഉറപ്പ് തന്നിട്ടുണ്ട്, ഉണ്ടായിരിക്കുന്നത് ലോസ് തന്നെയാണ്, ഗെയിൻ അല്ല. ലോസ് തന്നെയാണ്, ഗെയിൻ അല്ല. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ആദ്യത്തെ ആളെ വിറ്റ പെർസെന്റേജും ഗെയിൻ ഉണ്ടായ പെർസെന്റേജും രണ്ടാമത്തെ ആളെ വിറ്റ ലോസ് ഉണ്ടായ പെർസെന്റേജും സെയിം ആണ്. ആൻഡ് ദാറ്റ് ഇസ് ടേക്കൺ ആസ് എക്സ്. ദാറ്റ് ഇസ് ടേക്കൺ ആസ് എക്സ്. Therefore, overall loss ഇത് ഗെയിൻ അല്ല സംഭവിക്കുന്നത്, ലോസ് ആണ് സംഭവിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഓവറോൾ ലോസ് ഇസ് ഈക്വൽ ടു x/10 the whole square. x/10 the whole square. എക്സ് 10 10/10 the whole square. 10/10 ഒന്നാണ്, 1 square. ദാറ്റ് ഇസ് 1. അപ്പോൾ ഇയാൾക്ക് 1% നഷ്ടമാണ് ഉണ്ടായത്. അതായത് 100 രൂപ ചെലവാക്കിയപ്പോൾ അയാൾക്ക് 1 രൂപ നഷ്ടം. 100 രൂപ ചെലവാക്കിയപ്പോൾ അയാൾക്ക് 1 രൂപ നഷ്ടമാണ് ഈ ഒരു പ്രോസസ് കൊണ്ട് ഉണ്ടായത്. ഈ ഒരു പ്രോസസ് കൊണ്ട് ഉണ്ടായത് നഷ്ടമാണ്. അപ്പൊ ആലോചിക്കുക, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഐറ്റം വിറ്റ മീൻസ് ആദ്യത്തെ ഐറ്റം കാരണം ഉണ്ടായ ലാഭവും രണ്ടാമത് ഐറ്റം കാരണം ഉണ്ടായ നഷ്ടവും സെയിം ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫോമിൽ ഉപയോഗിക്കാൻ പറ്റിയത്. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഓവറോൾ ഉണ്ടാകാൻ പോകുന്നത് ലോസ് തന്നെയാണ്, അതിലൊരു സംശയം വേണം. ഓക്കെ, സോ വി ആർ മൂവിങ് ഫോർ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലം പറയുന്നത് a merchant uses faulty measure and sells his goods at gain or loss x%. Gain or loss of x%. The overall percentage gain or loss is given by. അപ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കുക. ഒരു മെർച്ചന്റ് അയാളുടെ മെഷറിംഗ് ഡിവൈസസ്, അതായത് തെറ്റായ മെഷറിംഗ് ഡിവൈസ് ഉപയോഗിച്ച് അയാളുടെ ഗുഡ്സ് x% ലാഭത്തിനോ x% നഷ്ടത്തിനോ വിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, പണ്ട് ഈ നമ്മുടെ കയ്യിലുള്ള മെഷറല്ല, ഈ ത്രാസ് പോലെയുള്ള ഐറ്റംസ് ആണ്, വെയിറ്റ് നോക്കി അളക്കുന്ന ഐറ്റംസ് ഉണ്ട്. അപ്പോ ഇവര് ഈ വെയിറ്റ് വെക്കുന്ന സ്ഥലത്ത് കുറച്ചുകൂടെ വെയിറ്റ് എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെയിറ്റ് കൂട്ടി എന്ത് ചെയ്യുന്നു, ഒരു ഐറ്റമിനെ വില കൂട്ടി വിൽക്കാറുണ്ട്. മീൻസ് നമ്മൾ 1 കിലോ വാങ്ങിക്കുമ്പോൾ അത് 800 ഗ്രാം ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ വെയിറ്റ് കൂട്ടി വിൽക്കുന്നുണ്ട്. ഇനി അല്ല എങ്കിൽ സിസ്റ്റം ആ ഒരു ഡിജിറ്റൽ വെയിങ് മെഷീന്റെ എറർ കാരണം, അവരുടെ എറർ കാരണം ചില സമയത്ത് 1 കിലോ അളക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവര് 1 കിലോയും 100 ഗ്രാം വയ്ക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് 1 കിലോ അളക്കുന്നത്. അപ്പോൾ ആ കച്ചവടക്കാരന് 100 ഗ്രാം നഷ്ടമാണ്. വാട്ട് എവർ ഇറ്റ് ഇസ്, അവിടെ അയാള് ക്വാളിറ്റി മെഷർ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അയാള് സ്വയം വരുത്തി വെച്ച തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ മെഷീന്റെ എറർ കൊണ്ടോ എന്ത് സംഭവിക്കും, ഗെയിൻ അല്ലെങ്കിൽ ലോസ് സംഭവിക്കും. അതിന്റെ പെർസെന്റേജ് x% ആണ്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ gain or loss is given by. Overall percentage of gain or loss is given by. Overall percentage of gain or loss, അത് G ആണ് കേട്ടോ. ജി സോറി, അതൊരു G എന്നവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അത് വിട്ടുപോയതാണ്. ഓവറോൾ പെർസെന്റേജ് ഓഫ് ഗെയിൻ അല്ലെങ്കിൽ ലോസിനെ നമ്മൾ G എന്ന് കണ്ടുപിടിക്കും. G എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം, അതായത് മെഷറിംഗ് ഡിവൈസിലെ ഫോൾട്ട് കാരണം ഉണ്ടായ ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ് എക്സ്, നമുക്ക് ഓവറോൾ ഉണ്ടായ ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ് G. നിങ്ങൾക്കറിയാം, ലോസ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കണം. അത് എപ്പോഴും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം ലോസ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കണം. Therefore, the formula is, അവർ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് 100 പ്ലസ് G. ഓവറോൾ ഗെയിൻ അല്ലെങ്കിൽ ലോസ് 100 പ്ലസ് G ഡിവൈഡഡ് ബൈ 100 പ്ലസ് X. അത്
മെഷീന്റെ ഫോൾട്ടി മെഷർ കാരണം ഉണ്ടാകുന്ന ഗെയിൻ ആംഗിൾ ലോസ് ആണ് എക്സ്. 100 പ്ലസ് ജി ഡിവൈഡഡ് ബൈ 100 പ്ലസ് എക്സ് ഈക്വൽ ടു ട്രൂ മെഷർ. അതായത് ഐറ്റം യഥാർത്ഥത്തിൽ 800 ഗ്രാമേ ഉള്ളൂ, പക്ഷെ നമ്മളോട് പറയുകയാണ് അത് 1 കിലോ ആണെന്ന് പറയുന്നു. അതാണ് ഫോൾട്ടി മെഷർ. 800 ഗ്രാം, ഒറിജിനലി 800 ഗ്രാം ആണ് ആ ഒരു ഐറ്റം ഉള്ളത്, പക്ഷെ നമ്മളോട് 1 കിലോ എന്ന് പറഞ്ഞ് വിൽക്കുകയാണ്. അപ്പൊ 800 ഗ്രാം ഡിവൈഡഡ് ബൈ 1 കിലോ, ദാറ്റ് ഇസ് 1000 ഗ്രാം. ഇനി അല്ല, ട്രൂ മെഷർ ഒരു കിലോ 100 ഗ്രാം, പക്ഷെ ഫോൾട്ട് ആയിട്ട് മെഷീൻ അളന്നത് 1 കിലോ ആണെന്ന് വിചാരിക്കുക. അപ്പോ 1 കിലോ 100 ഗ്രാം ഡിവൈഡഡ് ബൈ 100, സോറി 1 കിലോ 1.100 ഡിവൈഡഡ് ബൈ 1000 കഴിഞ്ഞു. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. വീണ്ടും പറയുന്നു, മെർച്ചന്റ് യൂസസ് ഫോൾട്ടി മെഷർ. അയാൾ ഫോൾട്ടി മെഷർ ഉപയോഗിക്കുകയാണ്. അത് അയാൾ മനഃപൂർവ്വമോ അല്ലെങ്കിൽ മെഷീന്റെ എററും ഉണ്ടോ, വാട്ട് എവർ ഇറ്റ് ഇസ്, രണ്ടായാലും അയാൾക്ക് ഗെയിൻ ഉണ്ടാക്കാം, ലോസ് ഉണ്ടാക്കാം, X%. അപ്പൊ അയാൾ ഒരു ഐറ്റം അല്ലല്ലോ വിൽക്കുന്നത്, ഇഷ്ടംപോലെ ഐറ്റം ആ കടയിലുണ്ടാകും. ആ ഐറ്റങ്ങൾക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പൊ അയാൾക്ക് ഓവറോൾ പെർസെന്റേജ് ഓഫ് ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അത് ജി ആയിരിക്കും. അപ്പോ അവിടെ സംഭവിക്കുന്ന ഓവറോൾ പെർസെന്റേജ് ജിയും ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ് എക്സും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ഇക്വേഷൻ ആണ് ഞാൻ അടുത്ത് പറയാൻ വന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംതിങ് സിമിലർ ടു ദാറ്റ്, ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ഇക്വേഷൻ ആണ് പറയുന്നത്. മെർച്ചന്റ് യൂസസ് y percentage less weight or length. അതായത് അയാള് y പെർസെന്റേജ് ലെസ് വെയിറ്റ് ഓർ ലെങ്ത് ആണ് ഉപയോഗിക്കുന്നത്. വെയിറ്റ് അല്ലെങ്കിൽ ലെങ്ത് ആണ് ഉപയോഗിക്കുന്നത്. അതായത് അവിടെ ഒരു 100 ഗ്രാം സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ ഒരു y പെർസെന്റേജ്, അതായത് 10% എന്ത് ചെയ്യാണ്, അയാൾ ലെസ് വെയിറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നിങ്ങളോട് 100 ഗ്രാം ചോദിക്കുകയാണെങ്കിൽ 90 ഗ്രാമേ തരത്തുള്ളൂ. അങ്ങനെ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ലെങ്ത് മെഷർമെന്റ് ആണ് പുള്ളി ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ വ്യക്തമായി ലെസ് എന്നാണ് പറയുന്നത്. അയാൾ മനഃപൂർവ്വം കുറച്ചാണ് തരുന്നത്. 1 കിലോ ചോദിക്കുകയാണെങ്കിൽ 10% എന്ന് പറയുമ്പോൾ 100 ഗ്രാം കുറച്ചേ തരത്തുള്ളൂ. അതായത് മീൻസ് 900 ഗ്രാമേ പുള്ളി തരുന്നുള്ളൂ. ആ അവസ്ഥയാണ്. ലെങ്ത് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഇസ്. മെർച്ചന്റ് യൂസസ് y percentage ലെസ് വെയിറ്റ് ഓർ ലെങ്ത് ആൻഡ് സെൽസ് his goods at gain or loss of X%. അയാൾ അങ്ങനെ ഉപയോഗിച്ച് അയാളുടെ ഗുഡ്സ് X% ലാഭത്തിനോ നഷ്ടത്തിനോ വിൽക്കുകയാണ്. The overall percentage gain or loss is given by, മൊത്തത്തിൽ അയാൾക്കുണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ ലാഭം അയാളെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ ആണ് ഞാൻ തരുന്നത്. അയാൾക്ക് ഓവറോൾ ഉണ്ടാകുന്ന ഗെയിൻ അല്ലെങ്കിൽ ലോസ് സൂചിപ്പിക്കുന്നത് y plus x ഡിവൈഡഡ് ബൈ 100 minus y the whole into 100 കഴിഞ്ഞു. അപ്പോ മെർച്ചന്റ് y പെർസെന്റേജ് ലെസ് വെയിറ്റ് അല്ലെങ്കിൽ ലെങ്ത് ആണ് ഓരോ ഗുഡ്സും സെല്ല് ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്ന ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ഐറ്റത്തിനും അയാൾക്ക് X% ലോസ് അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഓവറോൾ ഗെയിൻ അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 2 കാര്യങ്ങളാണ് ഇവിടെ രണ്ടിടത്തും ഈ ഒരു സിനാരിയോ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം dishonest
shopkeeper, a dishonest shopkeeper, professes to sell, professes to sell, professes to sell cloth at the cost price, sell cloth at the cost price, but he uses, but he uses faulty meter road, faulty meter road. അതായത് ഒരു പുള്ളി, ഒരു ഡിസോണസ്റ്റ് ആയ ഷോപ്പ് കീപ്പർ, അയാള് പറയുകയാണ് ഞാൻ ഇവിടെ കോസ്റ്റ് പ്രൈസിന്, അതായത് നമ്മള് എന്താ പറയേണ്ടത്, കോസ്റ്റ് പ്രൈസ് എന്നൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ റീറ്റെയിൽ പ്രൈസ്, ഹോൾസെയിൽ പ്രൈസിന് വിൽക്കുന്നു എന്നുള്ള നിലയിൽ അയാൾ പരസ്യം ചെയ്യുക. ഹോൾസെയിൽ പ്രൈസിന് വിൽക്കുന്നത്, ഞാൻ വാങ്ങിച്ച കാശിന് തന്നെയാണ് ഇത് വിൽക്കുന്നത് എന്നുള്ള നിലയിൽ പുള്ളി പരസ്യം ചെയ്യുകയാണ്, പ്രൊഫസ് ചെയ്യുകയാണ്. പക്ഷെ അയാൾ അവിടെ ഒരു ഫോൾട്ടി മീറ്റർ റോഡ് ഉപയോഗിക്കുകയാണ്. അതായത് മീറ്റർ അളക്കുന്ന സ്കെയിൽ ഉണ്ടല്ലോ, ആ സ്കെയില് ഇയാള് തെറ്റായ, മീൻസ് അതിന്റെ മീറ്റർ അളവ് ശരിയല്ലാത്ത തെറ്റായ മീറ്റർ റോഡ് ഉപയോഗിച്ചിട്ടാണ് അവിടെ അളക്കുന്നത്. മീൻസ് വാട്ട് എവർ ഇറ്റ് ഇസ്, അയാളുടെ മീൻസ് ക്ലോത്ത് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം. അയാള് ആ ഒരു ഫോൾട്ടി മീറ്റർ റോഡ് വെച്ച് ഉപയോഗിച്ചാണ് അയാൾ അത് അളക്കുന്നത്. ഹിസ് meter road measures 95 centimeter only. This meter road measures 95 centimeter only. അതായത് 100 സെന്റിമീറ്റർ അളക്കേണ്ട ഇയാളുടെ മീറ്റർ റോഡ് 95 സെന്റിമീറ്റർ മാത്രമേ അളക്കത്തുള്ളൂ. അയാൾ പറയുന്നത് 100 സെന്റിമീറ്ററിന്റെ മീറ്റർ റോഡാണ്, 100 സെന്റിമീറ്ററിന്റെ മീറ്റർ റോഡാണ്, അല്ലെങ്കിൽ 100 സെന്റിമീറ്ററിന്റെ മീറ്റർ റോഡാണെന്ന് പറഞ്ഞിട്ട് അയാൾ 95 സെന്റിമീറ്റർ, ഒറിജിനലി 95 സെന്റിമീറ്റർ മാത്രമുള്ള മീറ്റർ റോഡ് വെച്ചിട്ടാണ് ഇയാൾ ഇത് അളക്കുന്നത്. Find his gain percentage. ഇതെല്ലാം ചെയ്ത കാരണം അയാൾക്കുണ്ടാകുന്ന ലാഭം എന്താണ്? ഓക്കെ, ഡൺ. അപ്പോ ഹിയർ പ്രോബ്ലം ആണ് ചെയ്യുന്നത്, സൊല്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ 100 മീറ്റർ ആണ് ഒറിജിനലി വേണ്ടത്. 100 മീറ്റർ ആണ് നമുക്ക് ഒറിജിനലി വേണ്ടത്. അപ്പോ ട്രൂ മെഷർ 100 മീറ്റർ അല്ല, 100 സെന്റിമീറ്റർ. പക്ഷേ ഇയാളുടെ ഫാൾസ് മെഷർ, ഇയാളുടെ തെറ്റായ മെഷർ എന്ന് പറയുന്നത് 95 സെന്റിമീറ്റർ ആണ്. യഥാർത്ഥ മെഷർ 100 സെന്റിമീറ്റർ ആണ് വേണ്ടത്, പക്ഷെ അയാൾ തെറ്റാക്കി അതിന് 95 സെന്റിമീറ്റർ ആണ് 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് വിൽക്കുന്നത്. അതാണ് ഇയാൾ ഇവിടെ ചെയ്യുന്നത്. ഡൺ. ഇനി ഇയാളുടെ കോസ്റ്റ് പ്രൈസ് എക്സ് ആണ്. ഇയാളുടെ കോസ്റ്റ് പ്രൈസ്, ഈ കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് പുള്ളി ഇതിനെ വിൽക്കുന്നത്. അതായത് നിങ്ങൾ ഇവിടെ നോക്കണം. ഞാനിവിടെ ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ആദ്യത്തെ ടൈപ്പില് സെൽസ് ഹിസ് ഗുഡ്സ് അറ്റ് എ ഗെയിൻ ഓർ ലോസ് അറ്റ് X%, അല്ല ഗെയിൻ അല്ലെങ്കിൽ ലോസ് X% എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, വാങ്ങിക്കുന്ന കാശിന് തന്നെയാണ് അയാൾ വിൽക്കുന്നത്. വില കൂട്ടുന്നുമില്ല കുറയ്ക്കുന്നുമില്ല. അപ്പൊ ഗെയിനും ഇല്ല ലോസും ഇല്ല. അപ്പൊ 0% ആണ്. 0% ആണ്. അപ്പൊ ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാണ്. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ്, ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും സെയിം ആണെങ്കിൽ എക്സ് 0 ആയിരിക്കും. കാരണം അവിടെ ലാഭമോ നഷ്ടമോ ഉണ്ടാവുന്നില്ലല്ലോ. കാശിന്റെ ഒരു മെഷർ വെച്ചിട്ട് അവിടെ ലാഭമോ നഷ്ടമോ ഉണ്ടാകുന്നില്ല. കാരണം സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും സെയിം ആണെങ്കിൽ അയാളുടെ X 0 ആണ്. അയാൾ ലാഭം ഉണ്ടാക്കുന്നത് ഫോൾട്ടി മെഷർ ഉപയോഗിച്ചിട്ടാണ്.
ക്വാളിറ്റി മെഷർ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ഇയാൾ വാങ്ങിച്ച കാശിന് തന്നെയാണ് വിൽക്കുന്നത്. പക്ഷേ 100 സെന്റിമീറ്റർ വാങ്ങിച്ച കാശിന് 95 സെന്റിമീറ്റർ ആണ് വിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ വാങ്ങിച്ച കാശിനാണ് അയാൾ വിൽക്കുന്നത്. അതുകൊണ്ട് ലോസ് അല്ലെങ്കിൽ ഗെയിൻ പെർസെന്റേജ് ഇൻ ടേംസ് ഓഫ് മണി ഇസ് 0%. ലോസ് അല്ലെങ്കിൽ ഗെയിൻ പെർസെന്റേജ് വിത്ത് റെസ്പെക്ട് ടു ദ മണി സ്പെൻഡ് അല്ലെങ്കിൽ മണി ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് അത് 0% തന്നെയാണ്. അയാൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച് 100 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്. പക്ഷേ 100 സെന്റിമീറ്റർ അല്ല, 95 സെന്റിമീറ്റർ ആണെന്നേ ഉള്ളൂ. ഓക്കെ, സോ എക്സ് ഇസ് കൺസിഡേർഡ് ടു ബി 0. സോ ആ ഒരു പ്രോബ്ലം വെച്ചിട്ട് അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 100+G ഓവറോൾ ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഡിവൈഡഡ് ബൈ 100+X 100+X കോസ്റ്റില് വന്ന മാറ്റം കാരണം ഉണ്ടായത് ഇസ് ഈക്വൽ ടു ട്രൂ മെഷർ ഡിവൈഡഡ് ബൈ false measure അല്ലെങ്കിൽ faulty measure. True measure divided by faulty measure. Therefore, this will be equal to 100+G divided by 100+0. 100+0, that is 100 itself, equal to true measure 100, faulty measure 95. Faulty measure 95. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്നു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 20 കിട്ടും. ഇവിടെ 19 കിട്ടും. 20/19 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 19 into 100+G is equal to 100 into 20. 100 into 20. Therefore, 100+G is equal to 100 into 20 divided by 19. 100+20 divided by 19. Therefore, G is equal to 100 into 20 divided by 19 minus 100. Therefore, this is equal to 100 into 20 minus 100 into 19 divided by 19. 100 into 20, 20 തവണ 100, അതിൽ നിന്ന് 19 തവണ 100നെ കുറയ്ക്കുന്നു. That will be 100 itself. 100/90. 100/90. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു 2000 വരും, ഇതൊരു 2000 വരും, ഇത് 1900 വരും, 1900 വരും, 1900 വരും. 2000 divided by 1900 is 100. Therefore, 100 divided by 19. 100 divided by 19. 100 divided by 19 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100 divided by 19 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5.26% പോസിറ്റീവ് ആണ്. അതായത് പുള്ളിക്കുണ്ടായത് 5.26% ലാഭമാണ്. 5.26% ലാഭമാണ് ഈ ഒരു ബിസിനസ്സിലൂടെ ഈ ഷോപ്പ് കീപ്പറിനുണ്ടായിരിക്കുന്നത്. അത്രയും ലാഭമാണ്. ഈ ഒരു 5 സെന്റിമീറ്ററിന്റെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത് വഴി പുള്ളിക്കുണ്ടായത് 5.26% ലാഭം. ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ നടന്നത് ശ്രദ്ധിക്കുക. മീൻസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. 5 സെന്റിമീറ്റർ അളവ് കുറച്ചൊരു റോഡ് കൊണ്ട് പുള്ളി ഉണ്ടാക്കിയത് 5 രൂപ അല്ലെങ്കിൽ 6 രൂപ ലാഭമാണ്. 100 രൂപ ചെലവാക്കുമ്പോൾ അയാൾ 6 രൂപ ലാഭം ഉണ്ടാക്കുന്നു. ജസ്റ്റ് ഒരു 5 സെന്റിമീറ്റർ റോഡിന്റെ നീളം കുറച്ചപ്പോൾ വാങ്ങിച്ച കാശിന് തന്നെയാണ് അയാൾ വിൽക്കുന്നത്. അതാണ് കാര്യം. ഓക്കെ, ഡൺ. സോ നെക്സ്റ്റ് പ്രോബ്ലം again a dishonest shopkeeper professes to sell his goods at cost price.
വീണ്ടും ഇയാളും പറയുന്നത് ഇയാൾ വാങ്ങിച്ച കാശിന് തന്നെയാണ് വിൽക്കുന്നതെന്നാണ്. വാങ്ങിച്ച കാശിന് തന്നെയാണ് ഇയാൾ വിൽക്കുന്നത്. ബട്ട് he uses he uses but he uses a weight of 800 gram for the 1 kilo weight. 1 kilo weight. 1 kilo വെയിറ്റ് ആണെന്നും പറഞ്ഞ് അയാള് 800 ഗ്രാമിന്റെ വെയിറ്റ് ആണ് അയാളുടെ കടയിൽ ഉപയോഗിക്കുന്നത്. 1 കിലോയുടെ വെയിറ്റ് ആണെന്നും പറഞ്ഞ് അയാൾ ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്നത് 800 ഗ്രാമിന്റെ വെയിറ്റ് ആണ്. അപ്പൊ നമ്മൾ 1 കിലോ വെയിറ്റ് 1 കിലോ ഉണ്ടെന്ന് പറഞ്ഞ് തരുന്ന സാധനം 800 ഗ്രാമേ കാണത്തുള്ളൂ. ഫൈൻഡ് ഔട്ട് ഹിസ് ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ്. ഫൈൻഡ് ഔട്ട് ഹിസ് ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വില കുറച്ച് തരുന്ന കടകളൊക്കെ കാണും, നാട്ടിൽ കാണും. അത് വാങ്ങിച്ച ഹോൾസെയിൽ വിലക്കാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞ് തരുന്ന കടകൾ കാണും. ആ കടയില് അവര് ലാഭം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇയാളും പ്രൊഫസ് ചെയ്യുന്ന അയാള് കോസ്റ്റ് പ്രൈസ് ഹോൾസെയിൽ വിലയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്, ഹോൾസെയിൽ വിലയ്ക്ക് തന്നെയാണ് വിൽക്കുന്നതെന്ന് പ്രൊഫസ് ചെയ്ത് അയാൾ വിൽക്കും. പക്ഷേ 100 ഗ്രാം 100 ഗ്രാം അയാള് 1 കിലോ ചോദിക്കുമ്പോൾ അയാൾ 800 ഗ്രാമേ തരത്തുള്ളൂ. 200 ഗ്രാം അയാള് അവിടെ നിന്ന് മാറ്റുന്നു. 200 ഗ്രാം അവിടെ നിന്ന് അയാൾ മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകും. ട്രൂ മെഷർ യഥാർത്ഥ മെഷർ 1 കിലോ ആണ് യഥാർത്ഥ മെഷർ. 1 കിലോ 1000 ഗ്രാം. 800 ഗ്രാം ആകുമ്പോൾ എനിക്ക് ഗ്രാമിൽ എഴുതാൻ പറ്റൂ, ഞാനത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 1000 ഗ്രാം. ഫോൾസ് മെഷർ ഇയാള് മെഷീനിൽ തട്ടിപ്പ് കാണിച്ച് അല്ലെങ്കിൽ വെയിറ്റിൽ തട്ടിപ്പ് കാണിച്ച് 1000 ഗ്രാം ചോദിക്കുമ്പോൾ ഫോൾസ് ആയിട്ട് 800 ഗ്രാം ആണ് തരുന്നത്. കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് അയാൾ വിൽക്കുന്നത്, കോസ്റ്റ് പ്രൈസ് തന്നെയാണ് സെല്ലിംഗ് പ്രൈസ്. അതുകൊണ്ട് തന്നെ അവള് ആ കാശിന്റെ കാര്യത്തിൽ ലാഭവും നഷ്ടവും ഉണ്ടാക്കുന്നില്ല. പൈസ കൂട്ടി കുറച്ചൊന്നും അയാൾ വിൽക്കുന്നില്ല. അപ്പോ അയാളുടെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0% ആണ്. എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0ആണ്. അയാള് പൈസ ഒന്നും കൂട്ടി വിൽക്കുന്നില്ല, കോസ്റ്റ് പ്രൈസ് തന്നെയാണ് സെല്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ ഗെയിൻ is equal to 100 plus G divided by 100 plus X equal to true measure divided by false measure. True measure divided by false measure. Therefore, this will be equal to 100 plus G divided by 100 plus X 0 ആണ്, 100 plus 0 equal to true measure 1000 ആണ്, divided by false measure 800 ആണ്. 800. Therefore, ഇവിടെ സിംപ്ലിഫൈ ചെയ്യാണ്, 0 വെട്ടിക്കളഞ്ഞു. 10/8 എന്ന് പറയുമ്പോൾ 5/4 ആണ്, 5/4. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into 100 plus G is equal to 100 into 5. Therefore, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 400 plus 4G equal to 500. Therefore, 4G equal to 500 minus 400. Therefore, 4G equal to 100. Therefore, G equal to 100 by 4. That is 25. അപ്പൊ അയാളുടെ ഗെയിൻ പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ നഷ്ടമായനെ. ഇയാളുടെ ഗെയിൻ 25% പ്രോഫിറ്റ്. ആളുണ്ടാക്കിയ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 25% ആണ്. അതായത് 100 രൂപ ചെലവാക്കുമ്പോൾ അയാൾ 25 രൂപ ലാഭം സൃഷ്ടിക്കുന്നു. 100 രൂപ ചെലവാക്കുമ്പോൾ 25 രൂപ ലാഭം സൃഷ്ടിക്കുന്നു. ഓക്കെ, അപ്പൊ അയാൾക്ക് കുറച്ചൊന്നുമല്ല, നല്ല ലാഭം കിട്ടുന്നുണ്ട്. മറ്റുള്ളവരുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഈ മെഷറിംഗ് ഡിവൈസില് തെറ്റ് കാണിച്ചുകൊണ്ട്, മെഷറിംഗ് ഡിവൈസില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അയാൾ ഇത്രയും വലിയ തുക പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. 25% പ്രോഫിറ്റ്.
ഡൺ. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ഫോർമുല. നമ്മൾ പ്രോഫിറ്റ് മെഷർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഫോർമുല. നെക്സ്റ്റ് ഫോർമുല അല്ല, നെക്സ്റ്റ് പ്രോബ്ലം. A shopkeeper sells goods at 44% loss. 44% loss on cost price. അതായത് അയാള് വാങ്ങിച്ച കാശ് 100 രൂപയ്ക്കാണ് അയാൾ വാങ്ങിച്ചെങ്കിൽ 44% നഷ്ടത്തിനാണ് അയാൾ വിൽക്കുന്നത്. 44% നഷ്ടത്തിനാണ് പുള്ളി അത് വിൽക്കുന്നത്. അതായത് 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം അയാൾ 56 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ് അവകാശവാദം. 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം അയാള് 56 രൂപയ്ക്ക് വിൽക്കുന്നത്. 44% നഷ്ടമാണല്ലോ. അപ്പൊ 100 - 44 56 രൂപയ്ക്ക് അയാൾ അത് വിൽക്കുന്നു. അതാണ് അയാളുടെ അവകാശവാദം. വാട്ടവർട്ടീസ് അത് അവിടെ നിൽക്കട്ടെ. അയാൾ എന്തായാലും വില കുറച്ച് വിൽക്കുന്നുണ്ട്. അയാൾ വാങ്ങിച്ചതിനേക്കാൾ വില കുറച്ച് വിൽക്കുന്നുണ്ട്. ബട്ട് യൂസസ് 30% ലെസ് വെയിറ്റ്. 30% ലെസ് വെയിറ്റ്. അതായത് 100 ഗ്രാമിന്റെ സ്ഥാനത്ത് അയാൾ 70 ഗ്രാമാണ് അളക്കുന്നത്. 100 ഗ്രാം എന്നും പറഞ്ഞിട്ട് 70 ഗ്രാമിന്റെ സാധനമാണ് അയാൾ കൊടുക്കുന്നത്. 100 ഗ്രാം എന്നും പറഞ്ഞിട്ട് 70 ഗ്രാമിന്റെ സാധനമാണ് അയാൾ കൊടുക്കുന്നത്. അതായത് 30% ലെസ് വെയിറ്റ് ആണ് അയാള് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് 1 കിലോ എന്ന് പറഞ്ഞാൽ 700 ഗ്രാമേ കിട്ടത്തുള്ളൂ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഷോപ്പ് കീപ്പറിനേക്കാൾ ഡിസ്ഹോണസ്റ്റ്. അയാൾ 100 എന്ന് പറഞ്ഞാൽ 800 കൊടുക്കും. ഇതങ്ങനെയല്ല. 100 1 കിലോ എന്ന് പറഞ്ഞാൽ 800 ഗ്രാമെങ്കിലും കൊടുക്കും. ഇവിടെ 1 കിലോ എന്ന് പറഞ്ഞ് 700 ഗ്രാമേ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് ലോസ് ആണെന്ന് പറയും. പക്ഷെ വലിയ കാശ് അവർ കുറയ്ക്കുന്നുണ്ട്. ഏകദേശം പകുതിയോളം കാശ് അവർ കുറയ്ക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു സ്ട്രാറ്റജി അയാൾ മുന്നോട്ട് വെച്ചാൽ അയാൾക്ക് വാട്ട് ഇസ് ഹിസ് ഗെയിൻ, പെർസെന്റേജ് ഓഫ് ഗെയിൻ ഓർ ലോസ്? ഇയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് എത്ര ശതമാനം എന്നുള്ളതാണ് ചോദ്യം. ശരി, അപ്പൊ നമ്മള് ഇവിടെ എക്സ് ലോസ് ആണ്. അയാൾ നഷ്ടത്തിനാണ് വിൽക്കുന്നത്. അതുകൊണ്ട് ലോസ് -44. അയാള് തിരിമറി കാണിക്കുകയാണ്. വെയിറ്റില് 30% ലെസ് വെയിറ്റ് ആണ്. 30% ലെസ് വെയിറ്റ് ആണ് അയാൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ ഗെയിൻ ഓർ ലോസ് വിച്ച് ഇസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം, y + x ഡിവൈഡഡ് ബൈ 100 - y ഇൻറ്റു 100. y വാല്യൂ 30 ആണ്. x വാല്യൂ -44 ആണ്. 100 മൈനസ് y വാല്യൂ 30 into 100. That will be -14 divided by 70 into 100. ഇയാളും വെട്ടിപ്പോകുന്നു. 17/2 -2 ആണ്. -2 into 10 -20. അതായത് അയാള് ഇത്രയൊക്കെ ഉടായ്പ കാണിച്ചിട്ടും അയാൾക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. 20% നഷ്ടം. ലോസ് ഓഫ് 20%. ലോസ് ഓഫ് 20% ആണ് പുള്ളി സഹിക്കേണ്ടി വരുന്നത്. ഓക്കെ, ദ പ്രോസസ് നെവർ ബെനിഫിറ്റ്സ്. 20% നഷ്ടം. 100 രൂപ ചെലവാക്കുമ്പോൾ 20 രൂപ അയാൾക്ക് നഷ്ടമാണ്. 20 രൂപ അയാൾക്ക് നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടത്തെ കാര്യം. ഇതാണ് കഴിഞ്ഞു. പ്രോബ്ലം കഴിഞ്ഞു. ഒരുപാട് ഫോർമുലകളുണ്ട്. ഈ ഫോർമുലയെല്ലാം കാണാതെ പഠിക്കുക ഇച്ചിരി പ്രശ്നമാണ്. ഈ ഫോർമുലയെല്ലാം കാണാതെ പഠിക്കുക ഇത്തിരി പ്രശ്നമാണ്. നമ്മള് എന്ത് ചെയ്യണം? ഇതെല്ലാം ഒന്ന് എഴുതി സൈഡിൽ വെച്ചിട്ട് ഒന്ന് ഫോർമുല മാത്രം ഒന്ന് എഴുതി പഠിച്ചു പോകുന്നത് നന്നായിരിക്കും. എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാനുള്ള സമയമായി. എക്സസൈസ് പ്രോബ്ലംസും ചെയ്തു തുടങ്ങി.